വെൽക്കം ബാക്ക് ടു ടേസ്റ്റി അടുക്കള. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബനാന റോളാണ്. നേന്ത്രപ്പഴത്തിനുള്ളിൽ ബീഫ് ഫിൽ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ മുറിക്കുന്ന പോലെ നീളത്തിൽ മുറിക്കണം. അധികം കനം കുറഞ്ഞ് പോയാൽ റോൾ ചെയ്യുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അധികം തിക്കാവാൻ പാടില്ല. അപ്പോൾ റോള് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ചെയ്യും. പിന്നെ 2 സവോള, പിന്നെ 2 കപ്പ് ബീഫ് ആണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ച് മിക്സ് ചെയ്തെടുത്താണ്. പിന്നെ ആവശ്യത്തിന് വേപ്പിലയും മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് ചതച്ചെടുത്താണ്. 1/2 ടീസ്പൂണ് ഇഞ്ചി, 1/2 ടീസ്പൂണ് വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടിയിട്ട്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, നെയ്യ് ആവശ്യത്തിന്, വെളിച്ചെണ്ണയും ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം പഴം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കാം. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ആദ്യം പാൻ ചൂടാവട്ടെ. നമുക്ക് ആദ്യം പഴം നെയ്യിൽ വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് നെയ്യ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഓരോന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടേസ്റ്റ് നെയ്യല്ലേ. പിന്നെ ഷാലോ ഫ്രൈ ആണ്. വെളിച്ചെണ്ണ ആണെങ്കിലും ഷാലോ ഫ്രൈ ചെയ്യണം, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യരുത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് കയറിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ നെയ്യിൽ പഴം ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ അല്ലേ. നമ്മൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ അവർക്ക് വഴറ്റിയെടുക്കില്ലേ, അതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുഴുവൻ പഴവും ഞാനങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ആ പാൻ തന്നെ മാറ്റൊന്നും വേണ്ട. ആ പാനിൽ തന്നെ നമുക്ക് ഇനി ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റാണ്. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇനി വേറെ നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യും വെളിച്ചെണ്ണയും കൂടി ആയാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് സവാള ഞാൻ ചെറിയതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. നന്നായിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഫില്ലിങ്ങിനുള്ളതല്ലേ. അപ്പോൾ വലുതായിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകുമെന്ന് വിചാരിച്ച് നന്നായി ചെറിയ കഷ്ണാക്കിയിട്ടുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളക് 2 ഞാൻ ചേർത്തിട്ടുള്ളത്. അതിൽ പച്ചമുളക് ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 ചേർത്തിട്ടുള്ളത്. ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ്. പഴം മധുരമില്ല. അപ്പോൾ അതൊരു ശരിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് എരിവുള്ളതാണ് ടേസ്റ്റ് ഉള്ളത്. നന്നായിട്ട് വഴറ്റണമെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച് തന്നെയാണ്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. വീട്ടിൽ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പഴംപൊരിയും ബീഫ് കറിയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിലേക്ക് ബീഫ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും
ഒക്കെ ചേർത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണിത്. അത് ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. 2 കപ്പ് ബീഫാണ് മീൻസ് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ യോജിച്ചോട്ടെ. ഈ ബീഫിൽ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായി ഡ്രൈ ആവും ചെയ്യരുത്. നന്നായി യോജിച്ച് വന്നോട്ടെ. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി കുരുമുളക് പൊടി കുറച്ച് ചേർത്തെടുക്കുക. കുരുമുളക് പൊടി ഇതുപോലെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാലപ്പൊടിയാണ് അത് രണ്ടും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നല്ല ശരിയായി വന്നിട്ടുണ്ട്. മസാല ഫില്ലിങ്ങിനുള്ളത് മസാല റെഡി ആയിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മസാല ഒന്ന് ചൂടാറിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യണ ടൈമിൽ നമുക്ക് കയ്യെ ചൂടാവുമല്ലോ. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പം ഫില്ലിങ് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് കൂടി ക്രഷ് ചെയ്തിട്ടാണ് ഫില്ലിങ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്ങിൽ പഴത്തിൽ ഒന്ന് നന്നായി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ മസാലയും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് പഴം വാട്ടിയതെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് നിറക്കാം. അപ്പം നീളത്തിൽ തന്നെ ബീഫ് നന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ എല്ലാ ഭാഗത്തേക്കും നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അത് എല്ലാ ഭാഗത്തും റോൾ ചെയ്യുമ്പോൾ എല്ലാ റോളിലും ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നീളത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് അതിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ ഒട്ടി പിടിച്ചിരുന്നു. ഇനി റോൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, പൊട്ടാതെ നല്ല സാവധാനം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വളരെ തിന്നാക്കരുത് പഴം, അപ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത്പിക്ക് വെച്ചിട്ട് കുത്തി വെക്കാം. അല്ലെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ ബാക്കിയുള്ള എല്ലാ പഴവും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ അധികം കനം പാടില്ല കേട്ടോ പഴം. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നും കൂടി അതിനൊന്ന് നന്നായി സെറ്റ് ചെയ്ത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പഴവും ഞാൻ അതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെർവിങ് ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.